നമസ്കാരം. ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായ അതായത് ജൂലൈ 2023 നടന്ന കേരള സർവീസ് റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം സർവീസ് വെയിറ്റേജ് അഡ്മിസിബിൾ ഇൻ ദ കേസ് ഓഫ് ആൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഈസ്. അതായത് സ്വമേധയാ വിരമിക്കുന്ന സാഹചര്യത്തിലുള്ള സർവീസ് വെയിറ്റേജ് എത്രയെന്നാണ് ചോദ്യം. ആൻസർ 5 വർഷം വരെ. മാക്സിമം സർവീസ് വെയിറ്റേജ് അഡ്മിസിബിൾ ഇൻ ദ കേസ് ഓഫ് ആൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഈസ് അപ് ടു 5 years. Next question, male employees are granted dash days special casual leave for undergoing vasectomy. അതായത് പുരുഷ ജീവനക്കാർക്ക് വന്ധ്യീകരണത്തിന് വിധേയമാകുന്നതിന് എത്ര ദിവസത്തെ കാഷ്വൽ ലീവ്, പ്രത്യേക കാഷ്വൽ അവധിയാണ് നൽകുന്നത്? ആൻസർ 6 ദിവസത്തെ. ഓർക്കുക, വാസക്ടമിക്ക് പുരുഷ ജീവനക്കാർക്ക് കൊടുക്കുന്നത് 6 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവാണ്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഫീമെയിൽ ജീവനക്കാർക്കാണെങ്കിൽ ഹിസ്റ്ററക്ടമി ചെയ്യുന്നതിന് പാർട്ട് 1 KSR റൂൾ നമ്പർ 100 പ്രകാരം 45 ദിവസത്തെ ലീവാണ് സ്ത്രീ ജീവനക്കാർക്ക് നൽകുന്നത്. അപ്പോൾ പുരുഷ ജീവനക്കാർക്ക് വന്ധ്യീകരണത്തിന് 6 ദിവസത്തെ പ്രത്യേക കാഷ്വൽ അവധിയും സ്ത്രീ ജീവനക്കാർക്ക് ഹിസ്റ്ററക്ടമിക്ക് 45 ദിവസത്തെ ലീവുമാണ് നൽകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ദ പ്രൈമറി കണ്ടീഷൻ ഫോർ ഗ്രാൻറ്റിംഗ് ട്രാവലിംഗ് അലവൻസ് ഈസ് ദാറ്റ്. യാത്രാ അലവൻസ് നൽകുന്നതിനുള്ള പ്രൈമറി കണ്ടീഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, കാരണം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആൻസർ ഒന്ന് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പ്രൈമറി കണ്ടീഷൻ ഫോർ ഗ്രാൻറ്റിംഗ് ട്രാവലിംഗ് അലവൻസ്, ഒരു ട്രാവലിംഗ് അലവൻസിന് വേണ്ടിയിട്ട് ഉള്ള പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ജേർണി ഷുഡ് ബി മെയ്ഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് യാത്ര പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം, എന്നാൽ മാത്രമേ അതിന് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുകയുള്ളൂ. നാലാമത്തെ ചോദ്യം, ഇഫ് ദ പേ റീച്ചസ് ദ മാക്സിമം ഓഫ് സ്കെയിൽ ഓഫ് പേ ദെൻ എംപ്ലോയീസ് ആർ എലിജിബിൾ ഫോർ. അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം പരമാവധി ശമ്പള സ്കെയിലിൽ എത്തുകയാണെങ്കിൽ ജീവനക്കാർക്ക് ഇനി പറയുന്നതിൽ ഏതിനാണ് അർഹതയുള്ളത്? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം പരമാവധി ശമ്പള സ്കെയിലിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിനാണ് അർഹതയുള്ളത്. ഓർക്കുക, ശമ്പളം അതിൻ്റെ മാക്സിമം സ്കെയിൽ ഓഫ് പേയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിനാണ് അർഹതയുള്ളത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഇൻ കേസ് വെയർ ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ആർ പ്രൊവൈഡഡ് ദെൻ DA എലിജിബിൾ അറ്റ് ദ റേറ്റ് ഓഫ്. അതായത് സൗജന്യ ബോർഡിങ്ങും ലോഡ്ജിങ്ങും നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര DAക്കാണ് യോഗ്യതയുള്ളത്? ആൻസർ, സൗജന്യ ബോർഡിങ്ങും ലോഡ്ജിങ്ങും ആണെങ്കിൽ DAക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് 1/4 ആണ്. അതായത് 4/1 DAക്കാണ് അർഹത. അടുത്ത ചോദ്യം നോക്കാം. പ്രസൻ്റ്ലി ദ ഫസ്റ്റ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഈസ് ഗ്രാൻറ്റഡ് ഓൺ കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് സർവീസ്. അതായത് നിലവിൽ എത്ര വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കുന്നത്? ആൻസർ 8 years. 8 വർഷത്തെ സേവനം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ലഭിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an inspector in cooperative audit department has halted 60 hours inside the headquarters as a part of his official duty. The DA admissible to this officer is. അതായത് സഹകരണ ഓഡിറ്റ് വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഹെഡ് ക്വാർട്ടേഴ്സിൽ 60 മണിക്കൂർ ഹോൾട്ട് ചെയ്തു. ഈ ഉദ്യോഗസ്ഥന് അനുവദനീയമായ DA എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിലാണ് ഹോൾട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് DAക്ക് അർഹതയുണ്ടാവുകയില്ല. അതേസമയം ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തേക്ക് പോയാൽ മാത്രമേ DA അനുവദനീയമുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഹെഡ് ക്വാർട്ടേഴ്സിനകത്താണ് 60 hours ഹോൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന് DAക്കുള്ള അർഹതയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, മാക്സിമം സീലിംഗ് ഫോർ അവെയിലിംഗ് കമ്മ്യൂട്ടഡ് ലീവ്. കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കുന്നതിനുള്ള പരമാവധി പരിധി എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം, കമ്മ്യൂട്ടഡ് ലീവിന്
പരമാവധി പരിധി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോ സീലിംഗ് അതാണ് കറക്റ്റ് ആൻസർ, അതായത് പരിധിയില്ല. അടുത്ത ചോദ്യം, ഇത് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ഓഫ് എ ടീച്ചിങ് സ്റ്റാഫ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് ആക്ച്വൽ സർവീസ് വിൽ കൗണ്ട് ഫോർ. അതായത് ഒരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ യഥാർത്ഥ സർവീസ് പീരീഡിന് ഉപരിയായിട്ടുള്ള അധിക സർവീസ് കാലം താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്, ഏൺഡ് ലീവ്, ഇൻക്രിമെൻറ്റ്, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഒരു അധ്യാപക ജീവനക്കാരൻ്റെ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ഇവയ്ക്കൊന്നും കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദ എബോവ് എന്നാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കാം. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12B ഡീൽസ് വിത്ത് ഓപ്ഷൻസ് ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്, ലീവ് ഫോർ ജോയിനിങ് സ്പൗസ്, ലീവ് ഫോർ എംപ്ലോയ്മെൻറ്റ് എബ്രോഡ്, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ 12B എന്ന് പറയുമ്പോൾ ലീവ് ഫോർ സ്റ്റഡി പർപ്പസ് ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കേണ്ടതാണ്, അവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് ലീവ് ഫോർ ജോയിനിങ് സ്പൗസും ലീവ് ഫോർ എംപ്ലോയ്മെൻറ്റ് എബ്രോഡും. അതിൽ 12A, 12B, 12C ഈ അപ്പൻഡിക്സ് ഓർത്ത് വയ്ക്കുക. 12A എന്ന് പറയുമ്പോൾ ലീവ് ഫോർ ഗ്രാൻറ്റ് ഓഫ് LWA ഫോർ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെൻറ്റ് എബ്രോഡ് ഓർ വിത്തിൻ ഇന്ത്യ, അതാണ് 12A എന്ന് പറയുന്നത്. 12B സ്റ്റഡി പേർപ്പസിൻ്റെയാണ്. 12C എന്ന് പറയുന്നത് റൂൾസ് ഫോർ ഗ്രാൻഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ ജോയിനിങ് സ്പൗസ്. ലീവ് ഫോർ ജോയിനിങ് സ്പൗസ് ആണ് 12C. അപ്പോൾ 12A എന്ന് പറയുന്നത് ലീവ് ഫോർ എംപ്ലോയ്മെൻറ്റ് എബ്രോഡ്, 12B സ്റ്റഡി പർപ്പസിനുള്ളത്, 12C എന്ന് പറയുന്നത് ഫോർ ജോയിനിങ് ദ സ്പൗസ്, ലീവ് ഫോർ ജോയിനിങ് ദ സ്പൗസ്. 11ാമത്തെ ചോദ്യം, മാക്സിമം DCRG അഡ്മിസിബിൾ ഈസ്. അനുവദനീയമായ പരമാവധി DCRG എത്രയെന്നാണ്. പരമാവധി DCRG എന്ന് പറയുമ്പോൾ അവസാനം ലഭിച്ച ശമ്പളത്തിൻ്റെ 16.5 മടങ്ങാണ്. അതായത് മാക്സിമം 17 ലക്ഷം രൂപ വരെ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 16.5 times ഓഫ് ദ ഇമോളുമെൻറ്റ് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 17 lakh. 12ാമത്തെ ചോദ്യം നോക്കാം. പെറ്റേണിറ്റി ലീവ് ഷുഡ് ബി അവൈൽഡ് വിത്തിൻ. അതായത് പെറ്റേണിറ്റി ലീവ് എത്ര കാലയളവിനുള്ളിലാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്? ആൻസർ 3 മാസത്തിനുള്ളിൽ. പെറ്റേണിറ്റി ലീവ് 3 മാസത്തിനുള്ളിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് മൈലേജ് അലവൻസ് ഓർ DA അഡ്മിസിബിൾ വൈൽ ആൻ എംപ്ലോയി ഈസ് ട്രാവലിംഗ് ഇൻ ഹിൽ ട്രാക്ട് ഈസ്. അതായത് ഒരു ജീവനക്കാരൻ ഹിൽ ട്രാക്റ്റിൽ, അതായത് മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അനുവദനീയമായ മൈലേജ് അലവൻസിൻ്റെ ശതമാനം അല്ലെങ്കിൽ DA എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 25% അധിക DAക്ക് അർഹതയാണ് അദ്ദേഹത്തിനുള്ളത് മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 25. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫീസേഴ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഡാഷ് കാറ്റഗറീസ് ഫോർ ദ പർപ്പസ് ഓഫ് TA കാൽക്കുലേഷൻ. TA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്യോഗസ്ഥരെ എത്ര കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആൻസർ 4, 4 കാറ്റഗറി ആയിട്ടാണ്. ഇതിലൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഗ്രേഡ് 1 ഓഫീസേഴ്സ്, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, 3, ഗ്രേഡ് 4 എന്നിങ്ങനെ എഴുതുമ്പോൾ അഞ്ചായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെങ്കിലും ഈ ഗ്രേഡ് 2Aയും ഗ്രേഡ് 2Bയും ഒന്നിച്ചാണ് കണക്കാക്കുന്നത്. അപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് TA കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഓഫീസേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 15ാമത്തെ ചോദ്യം, ഇഫ് ആൻ എംപ്ലോയി ഈസ് സർട്ടിഫൈഡ് ആസ് ഇൻകാപ്പിറ്റേറ്റഡ് ടു കണ്ടിന്യൂ ഹിസ് സർവീസ് ഹി വിൽ ബി എലിജിബിൾ ഫോർ. അതായത് ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ കഴിവില്ലാത്ത ആളാണെന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് അർഹതയുള്ളത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു ജീവനക്കാരൻ സർവീസിൽ തുടരാൻ കഴിവില്ലാത്ത ആളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അയാൾക്ക് എന്തിനാണ് അർഹതയുള്ളത്? അവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ പെൻഷൻ, സൂപ്പറാനുവേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ, വോളണ്ടറി പെൻഷൻ എന്നാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻവാലിഡ് പെൻഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ചാർജ് അലവൻസ് ക്യാൻ ബി പെയ്ഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്. ചാർജ് അലവൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ എത്ര കാലം നമ്മൾ ആ സർവീസ് ചെയ്യണം? പരമാവധി എത്ര കാലയളവിലേക്കാണ് ചാർജ് അലവൻസ് നൽകുന്നത്? ആൻസർ 3 മാസം. ഓർക്കുക, ചാർജ് അലവൻസ് ലഭിക്കുന്നത് 3 മാസം നമ്മൾ
അധിക സേവനം ചെയ്യുമ്പോഴാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. പെൻഷൻ ഈസ് റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹയർ റുപ്പീസ്. മാർക്ക് സ്യൂട്ടബിൾ കമൻറ്റ് ഫോർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പെൻഷൻ എന്ന് പറയുന്നത് റൗണ്ട് ചെയ്ത് അടുത്ത ഉയർന്ന രൂപയിലേക്ക് മാറ്റുന്നു. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ അഭിപ്രായം അടയാളപ്പെടുത്തുക എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫോൾസ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർഷ്യലി ട്രൂ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആസ് ദിസ് മെൻഷൻഡ് ഇൻ റൂൾ 46 പാർട്ട് 3 KSR. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആസ് ദിസ് മെൻഷൻഡ് ഇൻ റൂൾ 58 പാർട്ട് 3 KSR. അപ്പോൾ നമുക്കറിയാവുന്നതാണ് പെൻഷൻ തുക റൗണ്ട് ചെയ്ത് പൂർണ്ണ സംഖ്യ ആക്കുമെന്നുള്ളത്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആസ് ദിസ് ഇസ് മെൻഷൻഡ് ഇൻ റൂൾ 58 പാർട്ട് 3 KSR. രണ്ടാമത്തെ ചോദ്യം, ഇത് മിനിമം നമ്പർ ഓഫ് ഇയേഴ്സ് സർവീസ് റിക്വയർഡ് ഫോർ അവെയിലിംഗ് കമ്മ്യൂട്ടഡ് ലീവ്. കമ്മ്യൂട്ടഡ് ലീവ് ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വർഷത്തെ സേവനം എത്രയാണ്? നമുക്കറിയാം, കമ്മ്യൂട്ടഡ് ലീവ് എടുക്കണമെങ്കിൽ 3 വർഷത്തെ സേവനമാണ് ആവശ്യം. 3 വർഷത്തെ സേവനമുള്ളവർക്കാണ് കമ്മ്യൂട്ടഡ് ലീവ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് എ ഫുൾ ടൈം കണ്ടിജൻറ്റ് എംപ്ലോയി ഇൻ സ്റ്റേറ്റ് സർവീസ് ഈസ്. സംസ്ഥാന സർവീസിലെ ഒരു മുഴുവൻ സമയ ജീവനക്കാരൻ്റെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 56 വയസ്സാണ്. അതായത് ഫുൾ ടൈം കണ്ടിജൻറ്റ് എംപ്ലോയിയുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 56 ഇയേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ഇത് മാക്സിമം പോർഷൻ ഓഫ് പെൻഷൻ ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ് ആസ് പെർ KSR പാർട്ട് 3. KSR പാർട്ട് 3 അനുസരിച്ച് പെൻഷൻ്റെ പരമാവധി എത്ര ഭാഗമാണ് കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്? ആൻസർ 40%. പെൻഷൻ്റെ 40% ആണ് നമുക്ക് മാക്സിമം കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തുക. ഓക്കെ, അടുത്ത ചോദ്യം. ആൻ LD ക്ലർക്ക് വർക്കിംഗ് ഇൻ സ്വരാജ് ഭവൻ തിരുവനന്തപുരം വാസ് ട്രാൻസ്ഫർഡ് ടു ആൻ ഓഫീസ് ഇൻ വികാസ് ഭവൻ സിറ്റുവേറ്റഡ് 3 kilometers away on public interest. The officer was relieved on 25th May 2023 afternoon. On which date he should join for duty? അതായത് സ്വരാജ് ഭവൻ തിരുവനന്തപുരത്ത് സ്വരാജ് ഭവനിൽ ജോലി ചെയ്തിരുന്ന ഒരു LD ക്ലർക്കിനെ പൊതു താൽപ്പര്യപ്രകാരം പബ്ലിക് ഇൻട്രസ്റ്റിന് മേൽ 3 കിലോമീറ്റർ അകലെയുള്ള വികാസ് ഭവനിലെ ഒരു ഓഫീസിലേക്ക് മാറ്റി. ഈ ഉദ്യോഗസ്ഥനെ റിലീവ് ചെയ്യുന്നത് 25/5/2023 AM. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഏത് തീയതിയിലാണ് ഡ്യൂട്ടിക്കായി ചേരേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിലാണ് ട്രാൻസ്ഫർ ലഭിക്കുന്നതെങ്കിൽ ജോയിനിങ് ടൈമായി 1 ദിവസമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ 27/5/2023 ഫോർനൂണിന് ജോയിൻ ചെയ്യണം. അതായത് 25-ന് റിലീവ് ചെയ്യും, 1 ദിവസം ജോയിനിങ് ടൈം കിട്ടും. അതിനടുത്ത ദിവസമായ 27/5/2023 ഫോർനൂണിന് അദ്ദേഹം ജോയിൻ ചെയ്യണം. അടുത്ത ചോദ്യം. എ സീനിയർ ഗ്രേഡ് ഓഡിറ്റർ ഇൻ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാഡ് അപ്ലൈഡ് ഫോർ 10 days casual leave, but the superior officer had denied casual leave and allowed earned leave for 10 days. Mark a suitable comment of the superior officer. അതായത് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ ഗ്രേഡ് ഓഡിറ്റർ 10 ദിവസത്തെ കാഷ്വൽ ലീവിന് അപേക്ഷിച്ചു. പക്ഷേ തൻ്റെ മേലുദ്യോഗസ്ഥൻ കാഷ്വൽ ലീവ് നിരസിക്കുകയും പകരം 10 ദിവസത്തേക്ക് ഏൺഡ് ലീവ് അനുവദിക്കുകയും ചെയ്തു. സുപ്പീരിയർ ഓഫീസറുടെ ഈ നടപടിക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു ജീവനക്കാരൻ ലീവിന് അപേക്ഷിക്കുമ്പോൾ മേലധികാരിക്ക് നേച്ചർ ഓഫ് ലീവിന് മാറ്റം വരുത്താൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് ലീവാണോ അപ്ലൈ ചെയ്തത് ആ ലീവാണ് ഗ്രാൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് ആക്ട് വാസ് ഇൻകറക്റ്റ്. 23ാമത്തെ ചോദ്യം. ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ ഗ്രാൻഡിങ് DCRG അനുവദിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സർവീസ് എത്രയാണ്? ആൻസർ 5 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ അസിസ്റ്റൻറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു കേരള ഹൗസ് ഇൻ ഡൽഹി.
ദ മാക്സിമം ജോയിനിങ് ടൈം അഡ്മിസിബിൾ ഈസ്. ഒരു അസിസ്റ്റൻറ്റിനെ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ അനുവദനീയമായ പരമാവധി സമയം എത്രയാണ്? അപ്പോൾ ഞായറാഴ്ച ഉൾപ്പെടെ പരമാവധി ലഭിക്കുന്നത് 30 ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഡൽഹിയിലുള്ള കേരള ഹൗസിലേക്ക് ട്രാൻസ്ഫർ ആയ അദ്ദേഹത്തിന് ലഭിക്കുന്ന ജോയിനിങ് ടൈം എന്ന് പറയുന്നത് 30 days ആണ്, ഇൻക്ലൂഡിങ് സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി ഓർ പ്രൊസീഡിംഗ് ഈസ് പെൻഡിങ് അഗെയിൻസ്റ്റ് എ റിട്ടയർഡ് ഒഫീഷ്യൽ then he is eligible only for. അതായത് ഒരു വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തലത്തിൽ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നടപടികളോ നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് താഴെ പറയുന്നതിൽ എന്തിനു മാത്രമേ അർഹതയുള്ളൂ? സൂപ്പറാനുവേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ, താൽക്കാലിക പെൻഷൻ ഇവയൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊവിഷണൽ പെൻഷനാണ്. ഓർക്കുക, റിട്ടയറായ ഒരു ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തലത്തിൽ നിന്ന് അന്വേഷണങ്ങളോ നടപടികളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൊവിഷണൽ പെൻഷന് മാത്രമേ, അതായത് താൽക്കാലിക പെൻഷന് മാത്രമേ അർഹതയുള്ളൂ. ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്